നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ മല്ലീശ്വരമുടി പോയപ്പം ആദുട്ടിനെ എഴുത്തിനിരുത്തിയില്ലേ, അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നാണ് എനിക്ക് ഇടാൻ പറ്റിയത്. സമയം കിട്ടണില്ലായിരുന്നു കേട്ടോ, തെറാപ്പിക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കിട്ടണില്ലായിരുന്നു. ഇതാണ് നമ്മുടെ മല്ലീശ്വരമുടിയിലെ അമ്പലം കേട്ടോ. ഒത്തിരി ക്ലിയർ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, നമ്മളങ്ങനെ ഒരുപാടങ്ങ് നിന്ന് ക്ലിയറായി എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും കാണാത്തവർക്കൊക്കെയായി ഒന്ന് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണെന്നൊക്കെ. ആ ഭാഗ്യം എന്തായാലും ആദൂട്ടിക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്നപ്പം വലിയ തിരക്കില്ലായിരുന്നു. ഉള്ളിലൊക്കെ കയറി ഞങ്ങൾ നന്നായിട്ട് തൊഴുതു കേട്ടോ. ഒത്തിരി മനസ്സ് നിറഞ്ഞൊരു പോക്ക്, എഴുത്തിനെടുത്ത പോക്ക് തന്നെയായിരുന്നു എന്ന് പറയാം. പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിലും ചിലത് നമുക്കങ്ങനെ ചില തീരുമാനങ്ങൾ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരില്ലേ, അങ്ങനെ എടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷേ മനസ്സ് നിറഞ്ഞൊരു പോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആദൂട്ടിനെയും കൊണ്ട് നമ്മൾ തൊഴുവാണേ. ആദൂട്ടിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഞാൻ പുറത്ത് പോകാറില്ലല്ലോ, വേറൊന്നും കൊണ്ടുമല്ല. ആദൂട്ടീനെ എടുത്തിട്ട് എനിക്ക് ഫുള്ളങ്ങ് തോളെ കിടത്തുമ്പോഴത്തേക്കും കയ്യും കാലൊക്കെ വേദനയായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പൂജയൊക്കെ കഴിച്ചിട്ട് തൊഴുവാണ് കേട്ടോ. ആദൂട്ടിയുണ്ട്, ആദൂട്ടി എൻ്റെ മടി കിടന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മൊത്തത്തിൽ എല്ലാവരെയും കൊണ്ട് നമ്മളങ്ങനെ എടുത്തിട്ടില്ല, ഇങ്ങനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മാളക്കൊച്ചുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, പിന്നെ നമ്മുടെ പാപ്പുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് ഒത്തിരി വിശദമായി പറഞ്ഞു തരാൻ അറിയത്തില്ല. കാരണം ഞാനിവിടെ വരുന്നത് ഇങ്ങനെ ഉള്ളിൽ കയറി തൊഴുന്നത് ആദ്യമായിട്ടാണ്, അട്ടപ്പാടി വന്നതിന് ശേഷം. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, മനസ്സ് നിറഞ്ഞൊരു അമ്പലത്തിൽ പോക്കായിരുന്നു. ആദൂട്ടി ഒത്തിരി ഹാപ്പിയായി. ഇനിയിപ്പോൾ ആദൂട്ടീനെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി കുറച്ച് പുറത്ത് കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിക്കണം. പക്ഷേ കുറച്ച് കഴിയട്ടെ എല്ലാം. അങ്ങനെ നമ്മൾ തൊഴുത് അത് തരുന്നത് കരിക്ക് വെള്ളമാണ് കേട്ടോ. കരിക്കിൻ്റെ വെള്ളമാണ് തരുന്നത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ വേണ്ട, അവനെ ആദൂട്ടി ഞാൻ വായി വെച്ച് കൊടുത്തോളാന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തൊഴുതൊക്കെ ഇറങ്ങി കഴിയുമ്പോഴാണ് ആദൂട്ടിയുടെ അച്ഛയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ആദൂട്ടിയുടെ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ഇത് ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് വീഡിയോ എടുത്ത് തരണേന്ന് പറഞ്ഞാൽ ആദൂട്ടിയുടെ അച്ഛനെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുവാണ് കേട്ടോ. പിന്നെ കുറേ നാളായില്ല ഇങ്ങനെ വോയിസ് കൊടുത്തിട്ട്, അതുകൊണ്ട് എന്താണ് പറയേണ്ടതെന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ മുടങ്ങാതെ വീഡിയോ ആയിട്ട് വരും. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാനൊക്കെ. അപ്പം അങ്ങനെ മൊത്തം ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇവിടുത്തെ നമ്മൾ വയനാട്ടിലെ അമ്പലവും ഇവിടുത്തെ അമ്പലവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ ചുറ്റിനും ഈ പറഞ്ഞാൽ ഞാൻ ആദൂട്ടിനെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോഴെങ്കിലും അമ്മയുടെ കൈ പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ആദൂട്ടിയുടെ കഴുത്തുറയ്ക്കണം, ആദൂട്ടി സംസാരിക്കണം. നമുക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുറേ പരാതിയും പരുവങ്ങളും പറയാനുണ്ടാവില്ലേ. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പിള്ളേർക്കും കേട്ടോ, എല്ലാ മക്കൾക്കും നല്ലത് വരണമെന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത്. ഇതാണ് നമ്മുടെ മല്ലീശ്വരമുടി മല കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ നിന്നെടുത്താണ്. ഇത് നമ്മൾ ചെമ്മണ്ണൂരാണ് കേട്ടോ. ചെമ്മണ്ണൂർ ചുരമൊക്കെ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് ഇപ്പുറമായിട്ട് വരും ചെമ്മണ്ണൂർ അമ്പലമാണ്. ഇതൊരു രാവിലെയാണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് തരുന്നുണ്ട്, ഫോൺ സ്റ്റോറേജായി ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇത് ഇട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ അതേ ആദൂട്ടിയുടെ അച്ഛൻ ഇതൊക്കെ പുറമൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊഴുവാണ്. അപ്പോൾ ഞാനും ആദൂട്ടിയൊക്കെ എവിടെയോ ഉണ്ട് കേട്ടോ. ആദൂട്ടീനെ കൂടി ഞാൻ എവിടെയോ പോയി മാറിയിരിപ്പുണ്ട്. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഇത് രസമുണ്ട്. ഇതിപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനി പോകുമ്പോൾ ഒന്ന് കാണണം കേട്ടോ. ഞാൻ അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനിപ്പോഴാണ് കാണുന്നത്. അല്ലേ, ആദൂട്ടിയുടെ അച്ഛനാണ് ചുറ്റിനും നടന്ന് വീഡിയോ ഒക്കെ എടുത്തത്. പക്ഷേ ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് കേട്ടോ. അല്ല, ഉത്സവം കേട്ടോ, ഉത്സവം മാർച്ച് മാസത്തിലാണ്. അടിപൊളി ഉത്സവമാണ് കേട്ടോ. നോക്കട്ടെ, ഈ പ്രാവശ്യം പറ്റുമൊക്കെയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ആദൂട്ടീനെ വന്നൊന്ന് കാണിക്കണമെന്നുണ്ട്. അതെ,
അങ്ങനെ നമ്മൾ തൊഴുത് ഞങ്ങളെല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് മാറിയിരിക്കുവാണ് കേട്ടോ. വീഡിയോ എടുത്ത് വരട്ടേന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കുവാണ്. എന്താണ് പറയുക എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ അമ്പലത്തിനെ കുറിച്ചൊന്നും അങ്ങനെ വിശദമായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഉത്സവം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ മല്ലീശ്വരമുടിയിൽ ലാസ്റ്റ് ദിവസം വിളക്ക് കത്തിക്കും കേട്ടോ. ആ വിളക്ക് കത്തിക്കുന്നതോടുകൂടി തലേന്നെങ്ങാണ്ട് ഇവർ മല കയറാൻ പോകും. പോലീസ് സപ്പോർട്ടോടു കൂടിയാന്ന് തോന്നുന്നു കേട്ടോ. മല കയറാൻ പോയി അവിടെ വിളക്ക് കത്തിച്ച് വലിയ മലയിൽ വിളക്ക് കത്തിച്ചിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാനും എൻ്റെ ആദൂട്ടി ഇരിപ്പുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിളക്ക് കത്തിക്കുന്നതൊക്കെ കാണാവേ. മലയിൽ കത്തിക്കുന്ന കാണാം. അപ്പോൾ ഞാനിതേ ആദൂട്ടീനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അന്നേരമാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ഉറുമ്പ് ചേട്ടൻ നിൽക്കുന്നത് കണ്ടത്. എത്രയും പെട്ടെന്ന് ഉറുമ്പിൻ്റെ അടുത്തുനിന്ന് ഉറുമ്പ് കടി ഇപ്പോൾ കിട്ടിയാനേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ കുഞ്ഞുവാവേനോട്. പക്ഷെ കുഞ്ഞുവാവേനെ പിടിച്ച് നിർത്താൻ നോക്കുമ്പോൾ അതുകൊണ്ട് എന്നെ തട്ടിയിടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തൊഴാൻ വേണ്ടി പോവുകയാണ്. മാളക്കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മാളക്കൊച്ചി എങ്ങോട്ടോ ഫ്രണ്ടിലേക്ക് എങ്ങാണ്ട് പോയിന്ന് തോന്നുന്നു. എൻ്റെ കൂടെ എൻ്റെ പാപ്പുക്കുട്ടിയായിരുന്നു കേട്ടോ എല്ലാത്തിനും. ആദൂട്ടിയുടെ പ്രായമുള്ള മോളാണ് പാപ്പു. ആദൂട്ടീനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് കയറി വരും കേട്ടോ. പഠിക്കാനില്ലെങ്കിൽ ആൾ ഓടി വരും. നല്ല മിടുക്കിയാണ് കേട്ടോ മോള്. അങ്ങനെ ഇവിടെയും തൊഴുത് ആദൂട്ടി അന്നേരം കിടപ്പുണ്ട് കേട്ടോ. തോളെ കിടപ്പുണ്ട്. ഉണ്ണിക്കുട്ടൻ അതേ അവിടെ നിന്ന് ചിരിച്ച് കാണിക്കുന്നു. എവിടെ പോയാലും ഉണ്ണിക്കുട്ടനും അതായിട്ട് എൻ്റെ കൂടെ തട്ടി ഉണ്ണിക്കുട്ടനും നിൽക്കും. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ പാപ്പുക്കുട്ടിയും കൂടി ഒരു വീഡിയോ എടുത്തതാണ്. എൻ്റെ പാപ്പൂസും ഞാനും കൂടി ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഓടി വന്ന് നിൽക്കുന്നത് നമ്മുടെ തക്കുടും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണുന്ന മലയാണിത്. കണ്ടോ, അടിപൊളിയല്ലേ? അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. അതെല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ മല്ലീശ്വരമുടി മല. ഇതിൻ്റെ താഴെ കാണുന്നതാണ്. ഇതിൻ്റെ താഴെ കാണിച്ചു തരാം കേട്ടോ. ഭവാനിപ്പുഴ ഒഴുകുന്നുണ്ട്. ഇത് രസമല്ലേ കാണാൻ? എന്ത് രസമാണ് കാണാൻ. നല്ല അടിപൊളിയാണ് കാണാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ ഭവാനിപ്പുഴ. വറ്റി വരണ്ട് കിടക്കുന്ന ഭവാനിപ്പുഴയാണ് കേട്ടോ. വെള്ളമില്ല. ഇനിയിപ്പം കണ്ടോ, ഭവാനിപ്പുഴയാണ്. ഉണ്ണിക്കുട്ടൻ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാം, വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. വേണ്ട, ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ടൊക്കെ ഇറങ്ങിപ്പോകാൻ പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടനോട് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ. നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ചാനലും കൊണ്ട് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. ആ വണ്ടിക്കാണ് നമ്മൾ വന്നത് കേട്ടോ. അതാണ് കേട്ടോ അമ്പലം. അതാണ് പനി പറഞ്ഞ പോലെ തന്നെ ഭവാനിപ്പുഴ. അതാണ് ആ മലയിലാണ് കേട്ടോ. അവർ തലേന്ന് പോയിട്ട് പിറ്റേന്ന് വൈകുന്നേരമാണ് അവിടെ എത്തിയിട്ട് വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. അല്ലേ? ഒരു നല്ലൊരു കാഴ്ചയൊക്കെയാണ് കാണേണ്ടത്. ഭവാനിപ്പുഴ ഉണ്ടോ? ഇതാണ് നമ്മുടെ ഭവാനിപ്പുഴ. അങ്ങനെ നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ചെന്നിട്ട് വേണം ആദൂട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ. നമ്മൾ നേരത്തെ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി മനസ്സും നിറഞ്ഞു, ഒത്തിരി സന്തോഷമായി. ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞാവെ ഒന്ന് ഓടി നടന്നാൽ മതി. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ആദൂട്ടിയുടെ വീട് വേണം. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.